നേരത്തോടെ എണീക്കുന്നത്. സംഭവം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സെറ്റ് ആക്കിയതാണ്. എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ്. അത് കണക്ക് തന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസുമായി. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള കണിയായിരുന്നു. ഫ്രഷ് ആയിട്ട് ഞാനും പാറും കൂടെ നേരെ ഹോസ്റ്റലിലോട്ട് പോയി. അവിടെ പാറും ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മേടിച്ചിട്ട് ഇനി ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് ഷേപ്പ് അടിക്കണമായിരുന്നു. അതൊക്കെ സെറ്റ് ആക്കിയിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പായസം വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ചെറിയൊരു പായസം വെച്ചു. വിഷുവായിട്ട് പായസം വെക്കാതിരിക്കുന്നത് എങ്ങനെയാല്ലേ. പിന്നെ എല്ലാവരും അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് നേരെ അങ്ങോട്ട് വിട്ടു. പോകുന്നവരൊക്കെ ചെറിയ റീൽ എടുക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല കേട്ടോ. അമ്പലത്തിൽ ചെന്നപ്പോഴോ അടിപൊളി റഷായിരുന്നു. സംഭവം ഇന്ന് തന്നെയായിരുന്നു തമിഴ് ന്യൂ ഇയർ. അതുകൊണ്ട് എല്ലാവരും അമ്പലത്തിൽ തന്നെയായിരുന്നു. ഫോൺ അവിടെ ഉള്ളിൽ അലോഡ് അല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്ന കണ്ടിട്ട് തന്നെ അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ എൻ്റെ ഫോൺ എടുത്ത് ഗാലറി ഫുള്ളും ചെക്ക് ചെയ്തു. ഇപ്പൊ നിങ്ങൾ ആലോചിക്കായിരിക്കും മുരുകൻ്റെ അമ്പലത്തിലാണോ വിഷുവായിട്ട് പോയെന്ന്. സംഭവം ഇവിടെ കൃഷ്ണന്റെ അമ്പലമൊന്നും ഇല്ല കേട്ടോ. ഇത് ഞങ്ങൾക്കറിയാവുന്ന ഒരു അങ്കിളാട്ടോ. അങ്കിളിൻ്റെ കട ഇവിടെ അടുത്താണ്. പിന്നെ അവിടെ കയറി ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നൈറ്റ് കഴിക്കാനോ ഫുഡും മേടിച്ചിട്ട് നേരെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് പോയി. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു പള്ളി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ കയറി നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും നമ്മൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കയറിയപ്പോഴേക്കും നമ്മൾ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തോട്ട് വന്നിരുന്നു. അപ്പം അവിടെ നിന്ന് നേരെ റൂമിലോട്ട്. അപ്പം അത്രയുള്ള ഓക്കെ ബൈ, ഹാപ്പി വിഷു.